ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ സ്ക്രീനിൽ ക്വസ്റ്റ്യൻ പേപ്പർ കാണാൻ പറ്റുന്നില്ലേ? റെഡിയാണോ? Can you see this question paper? Yeah, good. Alan, Anamika, listen here. കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, റെഡി. MS നോട്ട് ബുക്ക് എടുത്തില്ലേ? അതില്ലേ ചാപ്റ്റർ 1 ക്ലാസ് ടെസ്റ്റ് നമ്മൾ എഴുതിയിട്ടുണ്ടല്ലോ. ടേക്ക് നെക്സ്റ്റ് പേജ്. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ വേറെ എക്സാംസ് ഒക്കെ എഴുതിയിട്ടുണ്ടാവും, കുഴപ്പമില്ല. നെക്സ്റ്റ് പേജ് എടുക്കുക. ഓക്കെ, അതിനുശേഷം ഇന്നത്തെ ഡേറ്റ് മാർജിന് പുറത്ത് എഴുതുക. മാർജിന്റെ പുറത്ത് വശത്തായിട്ട് ഇന്നത്തെ ഡേറ്റ് എഴുതുക. ഓക്കെ, ഇന്നത്തെ ഡേറ്റ് എഴുതിയോ? റെഡി. അതിനുശേഷം മാർജിനുള്ളിൽ ആ റെഡ് ലൈൻ മാർക്ക് കാണുന്നില്ലേ മുകളില്, അവിടെ എഴുതുക ട്രൂ ലൈറ്റ് ഇംഗ്ലീഷ് സ്കൂൾ GK ക്ലാസ് ടെസ്റ്റ് ചാപ്റ്റർ 2 എന്ന് എഴുതുക. ഡേറ്റ് എഴുതി സ്കൂളിന്റെ പേരും GK ക്ലാസ് ടെസ്റ്റ് ചാപ്റ്റർ 2 എന്ന് എഴുതുക. എഴുതിയോ? ഷോ മി യുവർ തംബ്. ഫിനിഷ് ചെയ്തോ? ട്രൂ ലൈറ്റ് ഇംഗ്ലീഷ് സ്കൂൾ GK ക്ലാസ് ടെസ്റ്റ് ചാപ്റ്റർ 2 എന്ന് എഴുതിയോ? ഓക്കെ, ദെൻ ഈ ഹെഡിങ് എഴുതിക്കാം മക്കളെ. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഒന്ന് ആ റെഡ് ലൈൻ്റെ മാറി നിങ്ങൾ ആ ട്രൂ ലൈറ്റ് ഇംഗ്ലീഷ് സ്കൂൾ എഴുതിയതിന്റെ താഴെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. FILL സ്പേസ് വിട്ടിട്ട് IN ഒറ്റ സ്പേസ് ഇട്ട് ദ ബ്ലാങ്ക്സ് BLANKS. എന്നിട്ട് അണ്ടർലൈൻ ചെയ്തേ. ഓക്കെ, ഇനി മാർജിന് പുറത്ത് നമ്പർ 1 എഴുതിക്കേ. മാർജിന്റെ പുറത്തായിട്ട് ഡേറ്റ് എഴുതിയതിന്റെ താഴെയായിട്ട് കുറച്ച് താഴെയായിട്ട് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സിന്റെ ഒക്കെ താഴെയായിട്ട് നമ്പർ 1 എഴുതിക്കേ. ഓക്കെ, അതിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ G എഴുതുക, ഒരു വരയിടുക, N then ഹൈഫൺ then റൈറ്റ് E. G എഴുതി -N -E എഴുതിയ ശേഷം ഇനി അവിടെ ഏത് ലെറ്റേഴ്സാ വരുന്നെങ്കിൽ നമ്മൾ പഠിച്ചില്ലേ, ഏത് ലെറ്റേഴ്സാ വരുന്നെങ്കിൽ ആ ലെറ്റേഴ്സ് എഴുതിക്കേ. G കഴിഞ്ഞിട്ട് ഫസ്റ്റ് ലെറ്റർ അവിടെ എഴുതുക, N ശേഷം അടുത്ത ലെറ്റർ എഴുതുക. നമ്മുടെ അലാവുദ്ദീന്റെ ഫ്രണ്ട്. ഇനി നമ്പർ 2 നമ്പർ 1 എഴുതിന്റെ തൊട്ട് താഴെ മാർജിന് പുറത്ത് നമ്പർ 2 G -A -E. G -A -E. അതിനകത്ത് സ്പെല്ലിംഗ് എഴുതുക. ഇനി നമ്പർ 3 മാർജിന് പുറത്ത് എഴുതണേ. 1 2 3. ഒരു ഡോട്ടൊക്കെ കൊടുത്തോ? 3 കഴിഞ്ഞ ഒരു ഡോട്ടൊക്കെ കൊടുത്തോ? S-U- എഴുതുക. S-U- ആ ഹൈഫൺ ഉള്ളിടത്ത് ലെറ്റേഴ്സ് എഴുതുക.
Next, number 4. Question number 4. Write for. Okay. For എവിടെ എഴുതണ്ടേ? ബിഫോർ മാർജിൻ. മാർജിന് മുമ്പ് എഴുതണം. ഓക്കെ, മാർജിന് മുമ്പ്. ഫോർ ഡോട്ട് എസ് ഹൈഫൺ ഒ ഇ ഹൈഫൺ എ ഹൈഫൺ ഇ ആർ. ഇത്ര എഴുതിയ ശേഷം ആ ഹൈഫൺ ഉള്ളിടത്ത് സ്പെല്ലിംഗ് എഴുതുക. Next, fifth one, 5 എഴുതുക. 5 then dot. Fifth one, EL dash E dash എഴുതുക. EL dash E dash. നമ്മുടെ ഷൂ മേക്കറിന്റെ ഫ്രണ്ട്സ്, നമ്മളുടെ ഷൂ മേക്കറിന്റെ ഫ്രണ്ട്സ്, അവരുടെ പേരിന്റെ സ്പെല്ലിംഗ് എഴുതുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്നിട്ട് വായിക്കാം. ജെ ഹൈഫൺ എൻ ഹൈഫൺ ഇ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ജെ ഹൈഫൺ എ ഹൈഫൺ ഇ. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ ഈസ് എസ് ഹൈഫൺ യു ഹൈഫൺ ഇ. ഫോർത്ത് ക്വസ്റ്റ്യൻ എസ് ഹൈഫൺ ഒ ഇ ഹൈഫൺ എ ഹൈഫൺ ഇ ആർ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ഈസ് ഇ എൽ ഹൈഫൺ ഇ ഹൈഫൺ. ഇവിടെയൊക്കെ നിങ്ങൾ സ്പെല്ലിംഗ് എഴുതണം. ഓക്കെ, ready? Finish? Next, okay, next question. Name things. നിങ്ങൾ അങ്ങനെ തന്നെ എഴുതിക്കേ. NAME, name. N capital letter. NAME, name. NAME, name. Things, THINGS. NAME, name. THINGS, name things എഴുതുക. Then underline that words. Okay, underline that words. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആ ക്വസ്റ്റ്യൻ നമ്പർ മാർജിന്റെ പുറത്ത് തന്നെ എഴുതണേ. എന്നിട്ട് 1 ഇട്ടിട്ട് ഡോട്ടും 1. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതിക്കോ. പ്രാക്ടീസ് ആയിക്കോട്ടെ, സമയമുണ്ട് ഇഷ്ടം പോലെ, അതുകൊണ്ടാ കേട്ടോ. ഇപ്പൊ ക്വസ്റ്റ്യൻ എഴുതി പഠിച്ചോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എൽസ്, ഈ ക്യാപിറ്റൽ ലെറ്റർ ELVES, ELVES, else
Biona, listen here. Made, M-A-D-E, made. Else, made, M-A-D-E, made. This for shoemaker. This for shoemaker. T-H-I-S. T-H-I-S. This. For. F-O-R for. Else. Made. NASA. What's your problem? Else. Made. M-A-D. Made. This. T-H-I-S. For. F-O-R for. Shoemaker. S-H-O-E-M-A-K-E-R. എന്നിട്ട് ഒരു ഹൈഫൻ ഇടുക. എന്നിട്ട് ഒരു വര ഇടുക, കുറച്ച് വലിയ വര തന്നെ ഇടുക. എന്നിട്ട് then write your answer there. നിങ്ങൾ ആൻസർ അവിടെ എഴുതണം. Else made these for shoemaker. Okay. Second question. ആ എഴുതിയതിന്റെ തൊട്ട് താഴത്തെ മേലെ വേണമെങ്കിൽ ഒരു ലൈൻ വിട്ടിട്ട് അടുത്ത ലൈനിൽ എഴുതിക്കോ. കാരണം എല്ലാം കൂടെ കൺജസ്റ്റഡ് ആവണ്ട. നിങ്ങൾ വൃത്തിക്ക് എഴുതാൻ മിസ്സിന് വായിക്കാൻ ബുദ്ധിമുട്ട് വരും. ഒന്നെന്ന് എഴുതി ഒരു ലൈൻ വിട്ടിട്ട് അടുത്ത ലൈനിൽ എഴുതിക്കോ. മാർജിന് പുറത്ത് 2 എഴുതുക. ഒരു ലൈൻ വിട്ടിട്ട് മാർജിൻ. ടീച്ചർ പറയുന്നതിന് മുമ്പേ ആരും എഴുതി തീർത്ത് ഓക്കെ. മാർജിന് പുറത്ത് 2 എന്ന് എഴുതി. മിസ് പറയുന്നതിന് മുമ്പ് എഴുതി തീർക്കണ്ട കേട്ടോ. തെറ്റ് വരാൻ സംഭവിക്കാൻ സാധ്യതയുണ്ട്. 2 നമ്പർ 2 എഴുതി ഡോട്ട് ഇടുക. ആൻസർ രണ്ടെണ്ണത്തിന്റെ അറിയാം. ആൻസർ എഴുതി ഒന്നാമത്തെ. ഫസ്റ്റ് വൺ else made this for shoemaker. മക്കൾ അതിന്റെ ആൻസർ ആ ഹൈഫൺ ഇട്ടിട്ട് അതിന്റെ മേലെ എഴുതുക. നീറ്റായിട്ട് എഴുതണേ. മിസ് സമയം തരും. നമ്പർ 2 ഫോക്സ് സെഡ് ഇറ്റ് ഈസ് സോർ. ഇത് പുളിക്കുന്നെന്ന് കുറുക്കം പറഞ്ഞു. ഫോക്സ് സെഡ് ഇറ്റ് ഈസ് സോർ. ഫോക്സ് സെഡ് ഇറ്റ് ഈസ് സോർ. ഈ സാധനം പുളിക്കുന്ന സാധനമാണെന്ന് നമ്മളുടെ ഫോക്സ് പറഞ്ഞു. ആ സാധനത്തിന്റെ പേര് ആ ഹൈഫന്റെ നേരെ എഴുതുക. നാസ ലിസൺ ഹിയർ. മിസ് ഇവിടെ പറയുന്നില്ലേ? പിന്നെന്താ സംശയം വരുന്നത്? മിസ് ഓരോ ക്വസ്റ്റ്യനും എങ്ങനെയാണ് എഴുതേണ്ടത് എന്താണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിരുന്നില്ലേ മക്കൾക്ക്? പിന്നെ എന്തിനാ വിഷമിക്കുന്നേ? ഇവിടെ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. നമ്പർ 2 ഫോക്സ് സെഡ് ഇറ്റ് ഈസ് സോർ. കുറുക്കൻ പറഞ്ഞു ഇത് പുളിക്കൂന്ന്. ഏത് സാധന പുളിക്കുന്നു കുറുക്കൻ പറഞ്ഞേ? ആ സാധനത്തിന്റെ സ്പെല്ലിങ് വൃത്തിക്ക് തെറ്റാണ്ട് അവിടെ എഴുതുക. എന്ത് സാധനമാണ് പുളിക്കുന്നു? കുറെ നേരം ചാടി നോക്കിയല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ലൈൻ വിട്ടിട്ട് താഴെ എഴുതിക്കോളാം. മാച്ച് ദ ഫോളോയിങ്. മക്കൾ അങ്ങനെ തന്നെ എഴുതിക്കേ. M ക്യാപിറ്റൽ ലെറ്റർ MATCH MATCH. ഇനി മക്കൾ ഒരു കാര്യം ചെയ്തോളൂ. നമ്പർ 1 എഴുതിയിട്ട് ഓക്കെ. ഇനി കുറെ സ്പെല്ലിങ് എഴുതണം, ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമ്പർ 1 എഴുതിയിട്ട് അലാദിൻ
എന്ന് എഴുതാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എഴുതാം, സ്പീഡ് കുറവുള്ളവർ എഴുതണമെന്നില്ല. ഞാൻ അതിന്റെ ഉത്തരം മാത്രം എഴുതാം. അലാദിൻ. അലാദിനോട് മാച്ച് ചെയ്യുന്ന ആരാണ്? ഗ്രേപ്പ് ആണോ, ലാംബ് ആണോ, എൽഫ്സ് ആണോ, വിന്നർ ആണോ? അലാവുദ്ദീന് മാച്ച് ചെയ്യുന്നത് ഏതാണെന്ന് അത് മാത്രം എടുത്തെഴുതുക. അലാദിൻ എഴുതിയിട്ട് ഒരു വര ഇട്ടിട്ട് ഏതാണ് ശരി ഉത്തരം അത് എഴുതുക. ഗ്രേപ്പ്, ലാംബ്, എൽഫ്സ്, വിന്നർ. ഇതിനകത്ത് ഏതാ അലാദിനോട് മാച്ച് ചെയ്യുന്നത്? ഗ്രേപ്പ് ആണോ, ലാംബ് ആണോ, എൽഫ്സ് ആണോ, വിന്നർ ആണോ? നിങ്ങൾ എഴുതിയിട്ട് ഒന്നെന്ന് എഴുതിയിട്ട് ഉത്തരം മാത്രം എഴുതിയാൽ മതി. കാരണം കുറെ സ്പെല്ലിംഗ് എഴുതാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇനി കുറച്ച് നമ്മൾ എഴുതി പ്രാക്ടീസ് ആയല്ലോ, ഇനിയിപ്പോ കുഴപ്പമില്ല. ഓക്കെ, സ്പീഡ് ഉള്ളവർ എഴുതിക്കോ. നമ്പർ 2, ഫോക്സ്. ഫോക്സിനോട് മാച്ച് ചെയ്യുന്ന ആരാണ്? ഗ്രേപ്പ് ആണോ, ലാംബ് ആണോ, എൽഫ്സ് ആണോ, വിന്നർ ആണോ? ഫോക്സിനോട് മാച്ച് ചെയ്യുന്ന ആരാ? ഫോക്സോടെ ഗ്രേപ്പ് ആണോ, ലാംബ് ആണോ, എൽഫ്സ് ആണോ, വിന്നർ ആണോ? നിങ്ങൾ 2 എന്ന് എഴുതിയിട്ട് ആൻസർ മാത്രം എഴുതിയാലും മതി. ഗ്രേപ്പ് ആണോ, ലാംബ് ആണോ, എൽഫ്സ് ആണോ, വിന്നർ ആണോ? നെക്സ്റ്റ് നമ്പർ 3. ടോട്ടോയിസ്. ടോട്ടോയിസിന് മാച്ച് എന്ത് എന്ന കാര്യം എന്താ? ഗ്രേപ്പ്, ലാംബ്, എൽസ്, വിന്നർ. ടോട്ടോയിസിൻ്റെത് ഗ്രേപ്പ്, ലാംബ്, എൽസ്, വിന്നർ. ടോട്ടോയിസിന് മാച്ച് ചെയ്യുന്നത് ആരാണ്? നെക്സ്റ്റ് നമ്പർ 4, ഷൂ. SHOE, ഷൂ. ഗ്രേപ്പ്, ലാംബ്, എൽസ്, വിന്നർ. ഷൂ ആയിട്ട് മാച്ച് ചെയ്യുന്നത് എന്താണ്? ഗ്രേപ്പ് ആണോ, ലാംബ് ആണോ, എൽസ് ആണോ, വിന്നർ ആണോ? ഓക്കെ, എഴുതി കഴിഞ്ഞവരെ ഒന്നും കൂടെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. നിങ്ങൾ എഴുതിയ നമ്പർ ശരിയാണോ, എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടോ? എഴുതി കഴിഞ്ഞവർ കുറച്ച് സമയം കൂടെ ബാക്കിയുണ്ട്. ഓക്കെ, കുറച്ച് സമയം കൂടെ ബാക്കിയുണ്ട്. ഇത്രയേ ഉള്ളൂ, ക്വസ്റ്റ്യൻ തീർന്നു. നാസ ഇവിടെ ശ്രദ്ധിച്ച് ഇവിടെ ക്ലാസ് എക്സാം എഴുതിക്ക്. അതിലെഴുതി നോക്കാതെ മിസ് ക്വസ്റ്റ്യൻ എല്ലാം പറഞ്ഞു തന്നില്ലേ? ഇനി ക്വസ്റ്റ്യൻ സംശയമുണ്ടോ? ഫസ്റ്റ് 1, J-N-E. അലാദിന്റെ ഫ്രണ്ട് ആരാന്നുള്ളത്. നെക്സ്റ്റ് G-A-P-E. നമ്മുടെ ഫോക്സ് കടിച്ചു പറിക്കാൻ പോകുന്നത് അദീന സുനിൽകുമാർ. ഓക്കെ, ദെൻ തേർഡ് 1, S-U- എഴുതുക. അടുത്തത് 4, S-OE-A-ER.
Fifth one, EL dash E dash. Next, name things. First one, else made this for shoemaker. Else made this for shoemaker. Number two, folk said it is so. എക്സാം കഴിഞ്ഞാൽ ഇത് മിസ്സിന്റെ പേഴ്സണൽ നമ്പറിലേക്ക് അയച്ചു തരണം കേട്ടല്ലോ. Then match the following. Aladdin, grape, lamb, else winner. Fox, grape, lamb, else winner. Tortoise, grape, lamb, else winner. Shoe, grapes, lamb, else winner. ഇതിന് ഓരോന്നിനും മാച്ച് ചെയ്യുന്നത് ആൻസർ മാത്രം എഴുതുക. ബിയോണ ലിസൺ ഹിയർ. എക്സാം എഴുതിക്കേ. കഴിഞ്ഞു. ഗുഡ്. Then read it. Read it once more. റീഡിങ് ചെയ്തു. ഓക്കെ, ഗുഡ്. അനാമിക പി രാജ്. അനാമിക, ഫിനിഷ്. Okay, finish. ഓക്കെ, എല്ലാവരും എഴുതി കഴിഞ്ഞില്ലേ?